ഇത് വെച്ചാൽ ആയുർവേദിക് ആണ്. ഇതിൽ കണ്ട് കംപ്ലീറ്റ് ഫസ്റ്റ് ഇതിന് വരുന്ന ആയുർവേദിക് എന്നാണ് ഇത് വരുന്നത് വെള്ളം. പിന്നെ അതിന്റെ പുറത്ത് നമ്മുടെ കേരളത്തിൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വരുന്ന ചോദ്യം വരുന്നുണ്ട്. ഭവാനിപ്പുഴ നേരെ അങ്ങോട്ട് കീപ്പോട്ടോ എല്ലാ പുഴ അങ്ങോട്ടല്ലത്ത് പടിഞ്ഞാട്ടല്ല പോവുക. ഇത് നേരെ പോണ് അതാണ് ഭവാനിപ്പുഴ ഏറ്റവും. പിന്നെ ഇതിൽ കണ്ടമാനം ആയുർവേദിക്കിന്റെ ഈ വെള്ളത്തിന് സ്ഥിതിയുണ്ട്. അത്രയും നല്ല ഇതാണ്. കുളിക്കുകയാണെങ്കിലും കുടിക്കുകയാണെങ്കിലും ഇതിൽ നല്ല ഇതാണ്. അത്രയും നല്ല ഇല്ല വെള്ളമാണ്. പക്ഷേ അത് നമ്മൾ കേരളക്കാർ മൊത്തം വന്നതുണ്ടോ, ഈ പുഴ മൊത്തം ഇല്ലാതാക്കണം നമ്മൾ കേരളക്കാർ വന്നതുണ്ടോ. നമ്മൾ ഭവാനിപ്പുഴയിലാണുള്ളത്. എല്ലാ പുഴകളും പടിഞ്ഞാറോട്ട് ഒഴുകുമ്പോൾ ഭവാനിപ്പുഴ ഒഴുകുന്നത് കിഴക്കോട്ടാണ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. എന്താ പറയുക, നല്ല കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടാണ്. പക്ഷേ ഇവിടുത്തെ ആ ഒരു വേസ്റ്റ് ആളുകൾ വന്നിട്ട് വേസ്റ്റൊക്കെ ഇട്ടിട്ട് ആകെ അതിൻ്റെ ഭംഗി തന്നെ ഇല്ലാതാക്കുകയാണ്. ഒരുപാട് വേസ്റ്റാണ് അവിടെ നിൽക്കുന്നത്. ഞാൻ ഈ പഞ്ഞിയൊക്കെ കണ്ടപ്പോൾ ഉന്നക്കായ ഉണ്ടല്ലോ നമ്മൾ ബെഡൊക്കെ ഉണ്ടാക്കണേ, അതിൻ്റെ കോട്ടനാണെന്ന് വിചാരിച്ചു. പക്ഷേ അതൊക്കെ സ്നെഗ്ഗിയുടെ നിന്ന് പുറത്ത് ചാടിയിട്ടുള്ള കോട്ടനായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഇത് നശിപ്പിക്കാതിരിക്കുക. നമ്മുടെ ഈ ഒരു കേരളത്തിൻ്റെ തനിമ അതുപോലെ ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ മാക്സിമം ശ്രമിക്കുക. ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ നമുക്ക് ഇനിയും നമ്മുടെ വരുന്ന തലമുറകളും കാണാനുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സംരക്ഷിക്കുക. വരുന്നവർ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ ഒന്നായിട്ട് വേസ്റ്റ് ഇട്ടുന്നതിന് പകരം ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ അതിനുള്ളൊരു മാർഗം കണ്ടെത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇനിയും ഒരുപാട് കാലം നിൽക്കും. ഇത്രയും ക്ലിയറുള്ള നല്ല വെള്ളമാണ്, കലങ്ങാത്ത നല്ല ക്ലിയറുള്ള വെള്ളമാണ്. ഇത് ദയവ് ചെയ്തിട്ട് നശിപ്പിക്കാതിരിക്കുക.